ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തി. ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് 4 ആക്കി മുറിച്ചിട്ടുണ്ട്. ഇത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇപ്പോൾ ഞാനിത് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 കപ്പ് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു 1/4 കപ്പ് പുതിനയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ചിക്കൻ മാഗി ക്യൂബാണ്. ഞാനിവിടെ ഒരു 2.5 ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 കപ്പിന് കുറച്ച് കുറവായിട്ട് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ചിക്കൻ മാഗി ക്യൂബിൽ തന്നെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കുറച്ചധികം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വന്നു, അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. മിനിമം ഇത് 1 to 2 hours എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. തലേദിവസം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. 2 hours കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 minutes കഴിയുമ്പോൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വലിയ പീസ് ചിക്കൻ ആയതുകൊണ്ടാണ് 10 minutes കുക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് കുറച്ചും കൂടിയും ഓയിലി ആവും. അപ്പോൾ അതുകൊണ്ട് ഓയിൽ കുറച്ച് കുറവ് ചേർത്താൽ മതി. ചിക്കൻ കുക്കായി വരുമ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. വാർത്ത് വെച്ചിരുന്ന അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഡ്രൈഡ് ലെമണും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്രൈഡ് ലെമൺ ചേർക്കുന്നത്. ഈ ടൈം കൊണ്ട് ചിക്കനൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡും കുക്കായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഇല്ലെങ്കിൽ സ്കിൻലെസ് ആയാലും എടുക്കാം കേട്ടോ. റൈസൊക്കെ കുക്കായി വരുന്നുണ്ട്. ഈ ടൈമിൽ ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 80% റൈസ് കുക്കായാൽ മതി. ഇപ്പോൾ അത് ഏകദേശം ഒരു 80% കുക്കായിട്ടുണ്ട്. റൈസ് ഇനി സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റായിട്ട് ഇനി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. റൈസൊക്കെ ഇട്ടതിന് ശേഷം ഡ്രൈഡ് ലെമണ് ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 4 ടേബിൾ സ്പൂൺ പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിനി റെഡ് കളർ വേണമെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു ചെറിയ പാത്രം റൈസിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ ചൂടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. ഞാനൊരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് നല്ലപോലെ ടൈറ്റിൽ മൂടി വയ്ക്കുകയാണ് കേട്ടോ.
ഇനി ഒരു ലിഡ് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റിൽ അടച്ചു വയ്ക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് സൂപ്പറായി വന്നിട്ടുണ്ട്. ചാർക്കോളിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ചാർക്കോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഡ്രൈഡ് ലെമണും പച്ചമുളകും ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലത്തെ റൈസ് ഫസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുവാണ്. ഇനി ചിക്കൻ പീസും കൂടിയും ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നേരത്തെ മാറ്റി വെച്ച റൈസ് ഇതിലേക്ക് വീണ്ടും ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതേ നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. റൈസ് ഒന്നും ഓവർ കുക്കായി വന്നിട്ടില്ല. റൈസ് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. റൈസിൻ്റെ മീതെ ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് പച്ചമുളകും ഡ്രൈഡ് ലെമണും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.